الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഗണത്തിൽപ്പെടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓതിവെച്ച വചനം 2-ാം അധ്യായം അൽ ബഖറയുടെ 198-ാമത്തെ വചനമാണ്. പവിത്രമാസമായ ദുൽഹജ്ജിലെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഹജ്ജ് കർമ്മം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അത്രയേറെ ഹജ്ജിന്റെ കർമ്മങ്ങളും ആയി ബന്ധപ്പെട്ട അവസ്ഥയിലേക്ക് നാം അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് സാരം. വിശുദ്ധ ഖുർആനിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറെ പരാമർശിക്കുന്ന 2 അധ്യായങ്ങളാണ്, ഒന്ന് അൽ ബഖറയും മറ്റൊന്ന് സൂറത്തുൽ ഹജ്ജും. ഹജ്ജിന് ബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ഊന്നി പറയുന്നത് എങ്കിൽ, അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടിയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിളംബരത്തെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എങ്കിൽ, സൂറത്തുൽ ബഖറയിലെ 196-ാമത്തെ വചനം മുതൽ 203-ാമത്തെ വചനം വരെ ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ചുള്ള സൂചനകളാണുള്ളത്. ആ സൂചനകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്
മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ചെയ്ത് കാണിച്ചുകൊണ്ട് ഖുദൂ അന്നി മനാസിക്കക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം, സ്വീകരിക്കണം എന്ന് ഉണർത്തി ആ രൂപത്തിൽ ഇപ്പോഴും ആ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച തുടങ്ങുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പരാമർശിച്ചതിന്റെ പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുൾപ്പെടെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പരിശുദ്ധ മക്കയിലും പരിസരങ്ങളിലും എത്തിയിട്ടുള്ള ആളുകൾ ഹജ്ജ് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലുള്ളവർ തിരിച്ചു വരുന്ന ഷെഡ്യൂള് പോലും പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്ര വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ എന്ന് സാരം. ജൂൺ 11 നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയവരുടെ മടക്കം തുടങ്ങുമത്രേ ഹജ്ജ് കഴിഞ്ഞിട്ട്. അപ്പൊ അത്രയേറെ അടുത്തിരിക്കുന്നു, ഹജ്ജിന്റെ കർമ്മങ്ങൾ തീരാനാകുന്നു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ന് സൂചിപ്പിക്കാൻ. അപ്പൊ ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച യൗമു തർവിയ എന്ന് പറഞ്ഞാല് ഹജ്ജിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്ന ഏത് സ്ഥലങ്ങളിലാണോ താമസിക്കുന്നത് അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് മിനയിലേക്ക് പോകുന്ന ദിവസമാണ് ദുൽഹജ്ജ് 8. അത് തിങ്കളാഴ്ചയാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ നടക്കുന്നത് ചൊവ്വാഴ്ചയാണ്, ദുൽഹജ്ജ് 9. 10 ബുധനാഴ്ച യൗമുൻ നഹർ അഥവാ യൗമുൽ അദ്ഹ ബുധനാഴ്ചയാണ്. ഹജ്ജ് നടക്കുന്ന പ്രദേശത്തുള്ള തീയതികളാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളെപ്പോഴും ഒരു ദിവസം പിന്നിലായിരിക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 11, 12, 13 അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ തുടർന്നുള്ള വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ അതോടുകൂടി ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനിക്കും. ആദ്യം പുറപ്പെടുന്ന മടങ്ങിപ്പോരുന്ന ആളുകൾ അവരുടെ വിദാഇന്റെ തവാഫ് ചെയ്ത് അവർ തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന അത്ര അടുത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട നമ്മുടെ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, കുടുംബ ബന്ധുക്കൾ, നാം അറിയുന്ന നമ്മളുമായി ബന്ധപ്പെട്ട പലരും, അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവിടെ എത്തിപ്പെട്ട സഹോദരന്മാർ എല്ലാവരുടെ ഹജ്ജും അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായി അംഗീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും അപ്രിയങ്ങളായ കാര്യങ്ങളും കേൾക്കാൻ ഇടവരാത്ത വിധം ഈ വർഷത്തെ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ച് എല്ലാവർക്കും അവരവരുടെ നാടുകളിലേക്ക് സന്തോഷപൂർവ്വം, വീടുകളിലേക്ക് ആരോഗ്യപൂർവ്വം തിരിച്ചെത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ ആരാധനാ കർമ്മങ്ങളും എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറും തൗബയും ഹദിയും എല്ലാം, തവാഫും സഅയും എല്ലാം അല്ലാഹു പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. അവരോടൊക്കെ നാം ഏൽപ്പിച്ചു വിട്ട നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാനും അതിന് അല്ലാഹു ഉത്തരം നൽകുവാനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഓതി വെച്ച വചനം ഞാൻ സൂചിപ്പിച്ചു. 198-ാമത്തെ വചനമാണ്. 196 മുതൽ 203 വരെയുള്ള വചനങ്ങളാണ് ഹജ്ജിന്റെ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് സൂചിപ്പിച്ചു. ഇതിൽ പറയുന്നതിന്റെ ഇത് വ്യക്തമാക്കുന്ന ഒരു ചെറിയ വിശദീകരണം മാത്രമാണെന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ലൈസ അലൈക്കും ജുനാഹ്, നിങ്ങൾക്ക് കുറ്റമില്ല. അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഭൗതികമായ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടുന്നതിന് നിങ്ങൾക്ക് കുറ്റമില്ല. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ആളുകൾ ഭൗതികമായ നിലയിൽ കച്ചവടമോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് തകരാറില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഫഇദാ അഫദതും മിൻ അറഫാത്തിൻ, അങ്ങനെ ഹജ്ജ് കർമ്മങ്ങളിൽ നിങ്ങൾ മുഴുകിക്കഴിഞ്ഞ് അറഫാത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണം. ഇൻദൽ മശ്അരിൽ ഹറാം, മശ്അറുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണം.
വദ്കുറൂഹു കമാ ഹദാക്കും, നിങ്ങൾക്ക് സന്മാർഗ ദർശനം നൽകിയതുപോലെ ആ പ്രകാരം അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. കാരണം വഇൻ കുന്തും മിൻ ഖബ്ലിഹി ലമിനദ്ദാല്ലീൻ, മുമ്പ് നിങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു, വഴിപിഴച്ചവരുടെ കൂട്ടത്തിലായിരുന്നു എന്നാണ് ഈ വചനത്തിന്റെ സാരം. ഇതിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. ഇപ്പൊ ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സമയങ്ങളിൽ, വിവിധ ദിവസങ്ങളിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ വിവിധ സ്ഥലങ്ങളിൽ പ്രധാനമായും വരുന്നത് ഒന്ന് പരിശുദ്ധ കഅബ തന്നെയാണ്. തവാഫുകൾ നടക്കുന്നത് മുഴുവനും അവിടെയാണ്. സഅയ് നടക്കുന്നത് സഫയുടെയും മർവയുടെയും ഇടയിലാണ്. അതുപോലെ തന്നെ അറഫ സമ്മേളനം നടക്കുന്നത്, ഉഖൂഫ് അറഫ നടക്കുന്ന അവിടെ നിന്ന് കുറെ ദൂരെയാണ്. മിന അവിടെ നിന്ന് കുറച്ച് അകലെയാണ്. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലാണ്. ഇതിൽ വിശുദ്ധ ഖുർആനിൽ കഅബയെ കുറിച്ച്, മക്കയെ കുറിച്ച്, കഅബയെ കുറിച്ചുള്ള പരാമർശം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മശ്അറുൽ ഹറാം എന്ന് പറഞ്ഞത് മുസ്ദലിഫയിലുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇന്ന് പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അത് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉപരിയായി ഏറ്റവും പ്രാധാന്യപൂർവ്വം എടുത്തു പറഞ്ഞ ഒരു വാക്കാണ് അറഫാത്ത് എന്ന വാക്ക്. നമ്മളൊക്കെ സാധാരണ അറഫ സമ്മേളനം എന്ന് ഏകവചനത്തിലാണ് നമ്മളൊക്കെ പറയാറുള്ളത്. ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് അറഫാത്ത് എന്ന ബഹുവചന രൂപത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ വിശാലതയും അതിന്റെ ആധികാരികതയും ഒക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ പരാമർശിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അറഫാത്ത് എന്ന് പറയുന്നത് മക്കയ്ക്കും തായിഫിനും ഇടയിലുള്ള പാതയിൽ മക്കയിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ കിഴക്കായും മിനയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയും മുസ്ദലിഫയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയും സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് 2 മൈലോളം നീളവും ഏതാണ്ട് അത്ര തന്നെ വീതിയും വരുന്ന ഒരു വളവിന്റെ ആകൃതിയിലുള്ള, ഒരു വലിയ വളവിന്റെ ആകൃതിയിലുള്ള മലകളാൽ ചുറ്റപ്പെട്ട ഒരു വിശാലമായ സമതല പ്രദേശമാണ് അറഫ എന്ന് പറയുന്നത്. ഈ അറഫയെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ നിങ്ങൾ അറഫാത്തിൽ നിന്ന് പുറപ്പെട്ടാൽ എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ദുൽഹജ്ജ് 9 അന്ന് അറഫയിൽ സമ്മേളിച്ചതിന് ശേഷം പ്രാർത്ഥനയും അവിടുത്തെ കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ പുറപ്പെട്ടാൽ പിന്നെ നിങ്ങൾ പോകേണ്ടത് മശ്അറുൽ ഹറാമിന്റെ അടുക്കലേക്കാണ്. അവിടെ മുസ്ദലിഫ എന്നുള്ള പ്രയോഗം ഖുർആനിലില്ല. മുസ്ദലിഫയിലാണ് ഈ മശ്അറുൽ ഹറാം ഉള്ളത്. അവിടെ നിന്ന് അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അറഫയിൽ സമ്മേളിച്ചതിന് ശേഷം വന്ന് സൂര്യാസ്തമയത്തിന് ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് മുസ്ദലിഫയിൽ എത്തി അവിടെ പിന്നെ മഗ്രിബും ഇശാവും ഖസറും ജമ്മുവായി നമസ്കരിച്ച് അവിടെ കഴിച്ചുകൂട്ടലാണ് അന്നത്തെ ദിവസം ചെയ്യാനുള്ളത്. അപ്പൊ അന്ന് ആ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ മശ്അറുൽ ഹറാമിൽ വെച്ച് അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. എങ്ങനെ ഓർക്കണം? നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയവൻ അള്ളാഹു ആണ്. അതിന് നന്ദി എന്നുള്ള നിലയിലുള്ള സ്മരണ നിങ്ങളിൽ നിന്നുണ്ടാകണം. ആ ഹിദായത്ത് നിങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഇപ്പോഴും വഴികെട്ടവരായി മാറുമായിരുന്നു. മുമ്പ് വഴികെട്ടവരായിരുന്നു, ഇപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മുക്തരായി. കാരണം അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി. അതിനുള്ള ഏറ്റവും വലിയ നന്ദിയും സ്മരണയും നിങ്ങൾ മശ്അറുൽ ഹറാമിൽ വെച്ച് നടത്തണം എന്നുണർത്തുന്നതാണ്. ഇവിടെ അറഫാത്ത് അല്ലെങ്കിൽ അറഫ എന്ന പേര് എങ്ങനെ വരുന്നു? 3-4 അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തെ അഭിപ്രായം, ലോകത്തിലുള്ള വിശ്വാസികളുടെ മുഴുവൻ പ്രതിനിധികൾ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ സംസ്കാരം ഉൾക്കൊള്ളുന്നവർ, അതുപോലെ തന്നെ വിവിധ നിറമുള്ളവർ, വിവിധ വേഷം ധരിക്കുന്നവർ, അങ്ങനെ വൈവിധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും ഇടയിൽ നിന്ന് ഈ പ്രദേശത്തെത്തിയിട്ട് എല്ലാവരും പരസ്പരം അറിയുന്ന സ്ഥലം എന്നുള്ള നിലയിലാണ് അറഫ എന്ന പേര് വന്നിരിക്കുന്നത് എന്ന് ജനങ്ങൾ അവിടെ വെച്ച് പരസ്പരം അറിയുന്നു. അതുകൊണ്ടാണ് അറഫ എന്ന് വെച്ചാൽ അറിയലെന്ന അർത്ഥം തന്നെ. അങ്ങനെ അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്നൊരു പരാമർശം. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊണ്ട് തവാഫ് ചെയ്യുകയും ഹജ്ജിന്റെ മഷ്ഹദുകൾ, സ്ഥലങ്ങളൊക്കെ, മശായറുകളൊക്കെ കാണിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഓരോന്ന് കാണിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ജിബ്രീൽ ചോദിക്കുമായിരുന്നു അത്രേ, അറഫ്ത, നിനക്കറിയുമോ, ഇത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമായിരുന്നു എന്ന്.
അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓരോന്നിനെ കുറിച്ചും അറഫ്തു എനിക്ക് മനസ്സിലായി, ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞത് കൊണ്ടാണ് ആ അറഫ എന്ന നാമം വരാൻ കാരണമെന്ന് രണ്ടാമത്തെ കാഴ്ചപ്പാട്. മൂന്നാമത്തത്, നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മാതാവായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹയും സ്വർഗത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് അല്ലാഹു പറഞ്ഞയച്ചപ്പോൾ രണ്ടാളും പരസ്പരം അകന്നുപോയി, എങ്ങോട്ടാ പോയെന്ന് അറിയാത്ത നിലയിൽ. അവസാനം ഈ രണ്ടാളും പരസ്പരം തിരിച്ചറിഞ്ഞത് ഈ പ്രദേശത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് അതിനെ ആദം ഹവ്വായിനെയും തിരിച്ചറിഞ്ഞു, ഹവ്വാ ആദമിനെയും തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ആ തിരിച്ചറിവ് എന്നർത്ഥം വരുന്ന അറഫ എന്ന പ്രയോഗം വന്നത് എന്ന് മൂന്നാമത് കാണാം. നാലാമത്തെ ഒരു വിശകലനം കാണാൻ കഴിയുന്നത്, അവിടെ സമ്മേളിക്കുന്നവർ ആരായിരുന്നാലും വിശ്വാസികളാണല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണല്ലോ പങ്കെടുക്കുക. അപ്പം ആ ലക്ഷക്കണക്കിന് വരുന്ന ഓരോ നാടുകളിൽ നിന്നും വന്നിട്ടുള്ള വിശ്വാസികളുടെ പ്രതിനിധികൾ അവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിൽ നിന്ന് പുറത്തു കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുന്ന സ്ഥലം അറഫയിലെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന തന്നെയാണ്, പാപമോചനം തന്നെയാണ്. അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന് കാണാം. അഞ്ചാമത്തെ അഭിപ്രായം, അറഫാത്ത് എന്ന പേരിൽ ഒരു പർവ്വതം അവിടെ ഉണ്ട്. അതിന്റെ താഴ്വരയിലുള്ള വിശാലമായ സ്ഥലം എന്ന നിലയിലാണ് അറഫാത്ത് എന്ന പേര് വന്നിരിക്കുന്നത് എന്ന് കാണാം. എന്തോ ആകട്ടെ, അഞ്ചും പരസ്പര വൈരുദ്ധ്യം ഉള്ളതല്ല. ഈ പറഞ്ഞ 5 കാര്യങ്ങളും അറഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ അതിന്റെ ചർച്ചയിലേക്കല്ല പോകുന്നത്. അങ്ങനെയുള്ള പരാമർശങ്ങൾ അറഫയെ കുറിച്ചുണ്ട്. നമ്മളൊരു അറഫ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകല, അങ്ങനെയല്ല. അതിന് ചരിത്രപരമായി ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നാം പറയുമ്പോൾ പിന്നെ ഈ അറഫയ്ക്കുള്ള സവിശേഷത ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട്, അൽ ഹജ്ജു അൽ അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാകുന്നു. വല്ലാത്ത ഒരു പ്രയോഗമാണത്. പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന. പ്രാർത്ഥന അത് ആരാധനയുടെ മജ്ജയാകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ പ്രാർത്ഥനയും ആരാധനയും തമ്മിലുള്ള ബന്ധം എത്ര കണിശമാണോ ശക്തമാണോ ആ പ്രയോഗവും അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ ഒരു പ്രയോഗമാണ് അൽ ഹജ്ജു അൽ അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിലെ സമ്മേളനത്തിൽ കുറച്ചു നേരമെങ്കിലും അത് വിശദീകരിക്കുന്നുണ്ട് ഹദീസുകളിലൊക്കെ. കുറച്ച് സമയമെങ്കിലും അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഹജ്ജ് കിട്ടൂല എന്ന് തന്നെയാണ് പറയുന്നത്. അത്ര ഗൗരവമുള്ളതാണ്. അതാണ് അറഫയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. മറ്റൊന്ന്, കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു, അള്ളാഹുവിന്റെ ദീൻ പൂർത്തിയാക്കി വിളംബരം ചെയ്ത ദിവസമാണ് അറഫ ദിവസം എന്ന് ഒരു ജൂതൻ ചോദിച്ചതും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞതുമായ സംഭവം ഞാൻ സൂചിപ്പിച്ചു. അതൊന്ന് ഓർക്കുക. അതാണ് രണ്ടാമതായിട്ടുള്ളത്. മൂന്നാമതായിട്ടുള്ളത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് അറഫ എന്നുള്ളതാണ്. അറഫയിൽ സമ്മേളിക്കുന്ന ഒരു ഹാജി ചെയ്യേണ്ട ആകെ കാര്യം എന്താ? മിനയിൽ നിന്ന് അറഫയിൽ എത്തുന്നു. എത്തിക്കഴിഞ്ഞാൽ ആ ഉച്ചക്ക് മുമ്പ് അവിടെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ കഴിച്ചു കൂട്ടുന്നു. അറഫയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് നെമിറ, മസ്ജിദ് നെമിറ എന്നാണ്. ആ പള്ളി വർഷത്തിൽ ഒരു ദിവസം മാത്രമേ തുറക്കുകയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും 364 ദിവസവും അത് അടച്ചിടുകയാണ്. ഈ അറഫ എന്ന് ആ നെമിറയിലെ പള്ളിയിൽ അവിടെ ആ പരിസരത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബത്തുൽ വിദാഇ വിടവാങ്ങൽ പ്രസംഗം നടത്തി എന്നുള്ളത് അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും അറഫ ദിവസം ഉച്ചയോടുകൂടി ലൊഹറും അസറും കൂടി ലൊഹറിന്റെ സമയത്ത് ഖസറും ജമ്മു ആക്കി നമസ്കരിച്ച്, അവിടുത്തെ ഇമാമും അങ്ങനെ നമസ്കരിക്കുകയുള്ളൂ. അങ്ങനെ നമസ്കരിച്ച് എല്ലാവരും നമസ്കരിച്ചതിന് ശേഷം കുറച്ച് സമയം ഒരു ഖുതുബ ഉണ്ടാവും. അറബിയിലായിരിക്കും. അത് പല ഭാഷകളിലേക്ക് അപ്പൊ തന്നെ ഭാഷാന്തരം ചെയ്ത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നതിനുള്ള സംവിധാനമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം
വല്ലതും ഭക്ഷിക്കാൻ കിട്ടുമെങ്കിൽ ഭക്ഷിച്ചുകൊണ്ട്. അറഫയിലെ നേരത്തെ പറഞ്ഞതുപോലെ വിശാലമായ കിലോമീറ്ററുകളുള്ള സ്ഥലമാണ്. അവിടെ എവിടെയും ഉള്ള സ്ഥലത്ത് ഇറങ്ങി, സൗകര്യമായ സ്ഥലത്ത് ഇറങ്ങി നിന്ന് കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തൊക്കെ പ്രാർത്ഥിക്കണമോ അത് മാത്രമാണ് അറഫയിൽ ചെയ്യാനുള്ളത്. അതോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന തൗഹീദിന്റെ ആ മുദ്രാവാക്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് അറഫയിൽ ചെയ്യാനുള്ളത്. അപ്പൊ അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറഫാ ദിവസത്തേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമായ ഒരു ദിവസം ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുകയാണ്, യൻസിലുല്ലാഹു ഇലസ് സമാഇദ് ദുനിയ, അള്ളാഹു അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും. ഫയുബാഹി ബി അഹ്ലിൽ അർളി അഹ്ലസ് സമാ, ഭൂമിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ആകാശത്തിലുള്ള മലക്കുകളോട് അള്ളാഹു അഭിമാനപൂർവം പറയും. എന്താ പറയുന്ന വാക്ക് പോലും, ഇതിന്റെ കുറച്ച് ഭാഗം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാ. എന്താ പറയുന്നതെന്ന് പോലും നമുക്ക് കാണാം. എന്താ പറയുന്നത് മലക്കുകൾ? അള്ളാഹു പറയുന്നത് മലക്കുകളോട്, ഉൻദുറൂ ഇലാ അബ്ദി, നിങ്ങൾ നോക്ക് എന്റെ ഈ ദാസന്മാരിലേക്ക്, ഓരോ ദാസനിലേക്ക് നിങ്ങൾ നോക്ക്. എങ്ങനെയാണ് അവർ വന്നിരിക്കുന്നത്? ശുഅ്സൻ ഉബ്റൻ, മുടി ജട പിടിച്ച്, ശരീരം അതുപോലെ തന്നെ അങ്ങേയറ്റം പൊടിപുരണ്ട് ഒക്കെയാണ് അവർ വന്നിരിക്കുന്നത്. പൊടിപുരണ്ട് ജട പിടിച്ച്, പിന്നെ വിശന്ന് വലഞ്ഞ്, അതുപോലെ തന്നെ ദാഹിച്ചു വലഞ്ഞ് ാണ് അവർ വന്നിരിക്കുന്നത്. എവിടെ നിന്നാ വന്നത്? ജാഊ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിന്റെ ഏതെല്ലാം മുക്കുമൂലകളിലുണ്ടോ ആ മുക്കുമൂലകളിൽ നിന്നെല്ലാം ഒരുപാട് ത്യാഗം അനുഭവിച്ച് പ്രയാസപ്പെട്ട് നോക്ക് എന്റെ ദാസന്മാർ വന്നു നിൽക്കുന്നത് എന്ന് മലക്കുകളോട് പറയുമെന്ന്. എന്നിട്ട് പറയും, ലം യറൗ റഹ്മത്തി വലം യറൗ അദാബി, എന്റെ റഹ്മത്ത് എന്താണെന്ന് അവർ കണ്ടിട്ടില്ല, എന്റെ ശിക്ഷ എന്താണെന്ന് അവർ കണ്ടിട്ടില്ല. എന്നിട്ട് പോലും എന്റെ റഹ്മത്ത് ചോദിച്ചുകൊണ്ട്, എന്റെ ശിക്ഷയിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് ഇതാ വന്ന് നിൽക്കുന്നത് നോക്കൂ നിങ്ങൾ എന്ന് മലക്കുകളോട് പറയുമെന്നാണ്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലം അറ യൗമൻ അക്സറ ഇത്ഖൻ മിനൻ നാരി മിൻ യൗമി അറഫ, അറഫാ ദിവസത്തിൽ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്നത് പോലെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞു തരുന്നു. തന്നെയുമല്ല, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്ത ദിവസമാണ് അറഫ. വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. ഇത് നാലും സത്യവാക്കുകളാണ്. വസ്സമാഇ ദാത്തിൽ ബുറൂജ്, നക്ഷത്ര മണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. വൽ യൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം തന്നെയാണ് സത്യം. വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷ്യവും സാക്ഷ്യപ്പെടുത്തുന്നതും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് ഖുത്തില അസ്ഹാബുൽ ഹുദൂദിൻ നാരി ദാത്തിൽ വഖൂദ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചരിത്ര സംഭവത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ ഈ ഷാഹിദ് അൽ യൗമുൽ മൗഊദ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്, അൽ യൗമുൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളാണ്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസമാണ്. മശ്ഹൂദ് എന്ന് പറഞ്ഞാൽ അറഫാ ദിവസമാണ്. നോക്ക് നിങ്ങൾ, അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ഞാനും നിങ്ങളും ഇവിടെ വന്നിരുന്ന് ഉറങ്ങണത്. എന്നാലോചിച്ച് നോക്ക്, നമുക്ക് എന്ത് പ്രാധാന്യമുണ്ട്, എന്ത് ഗൗരവമുണ്ട് വെള്ളിയാഴ്ചക്ക്. അറഫാ ദിവസത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ അറഫയെ പിടിച്ച് സത്യം ചെയ്ത് അള്ളാഹു അതിന് തൊട്ട് മുമ്പ് സത്യം ചെയ്ത് പറഞ്ഞ വെള്ളിയാഴ്ചയെ കുറിച്ചാ. ആഴ്ചയിലെ ഒരു ദിവസം വെറുതെ വന്നിരുന്നിങ്ങനെ പോകാനല്ല, അതിൻ്റെതായ ഗൗരവമുണ്ട്, പ്രാധാന്യമുണ്ട്, ആ ഇരിപ്പിന് പ്രതിഫലമുണ്ട്. ആ ഇരിപ്പ് ആരാധനയാണ്. അത് തിരിച്ചറിയാതെ കടത്ത് കഴിക്കലാണ് വെള്ളിയാഴ്ചയുടെ ലക്ഷ്യമെങ്കിൽ ഇതിലൊന്നും ഞാനും നിങ്ങൾ ഉൾപ്പെടില്ല കേട്ടോ. ശക്തമായി ഞാൻ ഉണർത്തുകയാണ് അക്കാര്യം. ഖിയാമത്ത് നാളിനെ കുറിച്ച് നമുക്ക് ആർക്കും ആശങ്കയില്ല. അത് വരും, പോകും, പോകാതെ രക്ഷയില്ല. അറഫയെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ ഗൗരവം ഉൾക്കൊള്ളും. പക്ഷേ വെള്ളിയാഴ്ച അത് നമുക്കത്ര വലിയ ഗൗരവമൊന്നുമില്ല. അതിങ്ങനെ വ്യാഴാഴ്ച, ഇപ്പുറത്ത് ശനിയാഴ്ച, അതിന്റെ ഇടയിൽ ഒരു വെള്ളിയാഴ്ച.
അതിലപ്പുറം നമുക്ക് യാതൊരു ഗൗരവവും നമ്മൾ കാണാറില്ല. അങ്ങനെയല്ല വേണ്ടത് എന്ന സാക്ഷ്യവാക്കുകൊണ്ടെങ്കിലും മനസ്സിലായിക്കോടി നിങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ശ്രേഷ്ഠതയോടുകൂടി ഈ ദിവസത്തെ പറഞ്ഞത്. തന്നെയുമല്ല, ഈ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത്, അറഫാ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും പൊറുക്കാൻ മാത്രം പര്യാപ്തമാണെന്നാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത്. വരാനിരിക്കുന്ന ഒരു വർഷം, കഴിഞ്ഞുപോയ ഒരു വർഷം, അതിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇത്ര പ്രാധാന്യത്തോടു കൂടി പറഞ്ഞു. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരേ ഒരു ഹജ്ജാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ആ ഹജ്ജിന്റെ പേര് തന്നെ ഹജ്ജത്തുൽ വിദാ എന്നാണ്. ആ ഹജ്ജത്തുൽ വിദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണ്, ഖുതുബയാണ് ഖുതുബത്തുൽ വിദാ. ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയാവുന്ന. ഹിജ്റ 10-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുതുബത്തുൽ വിദാ നടത്തിയതെങ്കിൽ ഇപ്പോൾ ഹിജ്റ 1446-ലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഹിജ്റ 10-ാം വർഷം എന്ന് പറഞ്ഞാൽ 1436 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ലോകത്തോട് പറഞ്ഞത്. പിന്നെയാണ് മനുഷ്യാവകാശ സംഘടനകളും മനുഷ്യാവകാശത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരും ലോകത്തുള്ള സംഘടനകളും ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയുള്ള സംഘടനകളും ഒക്കെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാമർശിക്കുന്നത്. പ്രവാചകന്റെ ഖുതുബത്തുൽ വിദാ വളരെ ചുരുങ്ങിയ പ്രസംഗമാണ്. ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഇന്നത്തെ പോലെ മൈക്ക് വെച്ച് കെട്ടി പറഞ്ഞെല്ലാരും കേട്ട ഒരു പ്രസംഗമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ വാചകം പറയുമ്പോഴും അത് ഒപ്പിയെടുത്ത് പിന്നിൽ നിന്ന് പിന്നിലേക്ക് ആരൊക്കെ ഉണ്ടോ അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന നിലയിൽ സഹാബത്ത് അത് ഏറ്റുപറഞ്ഞ് വിളംബരം ചെയ്ത ശ്രദ്ധേയമായ പ്രസംഗമാണ്. അത് നടന്നത് ഈ അറഫാ ദിവസമാണ്. അതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദീൻ പൂർത്തീകരിച്ചു കൊണ്ടുള്ള അള്ളാഹുവിന്റെ പ്രഖ്യാപനം വരികയും ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയുക. അറഫയിൽ പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗം 10 പോയിന്റുകളിലാണ് ഒരുമിച്ച് നിൽക്കുന്നത്. ഒരിക്കലും നമുക്ക് കാണാൻ കഴിയും. അതിൽ പല രംഗങ്ങളുണ്ട്. വിശ്വാസമുണ്ട്, ഖുർആനും സുന്നത്തും പിൻപറ്റി ജീവിക്കണമെന്ന് പറയുന്നുണ്ട്, മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്, സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്, തഖ്വയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നതെന്ന് ഉണർത്തുന്നുണ്ട്, വേറൊന്നിനും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരെല്ലാം ഏകോദര സഹോദരന്മാരാണ്. നിങ്ങളെല്ലാം നിങ്ങളുടെ റബ്ബൊന്നാണ്, നിങ്ങളുടെ പിതാവൊന്നാണ്. നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ്. വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്ന വിളംബരം മുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കേണ്ട 2 പ്രമാണങ്ങളുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയില്ല എന്ന് പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്, ഏകോദര സഹോദരന്മാരാണ്. ഒരു വിശ്വാസിയായ മനുഷ്യൻ മറ്റൊരു വിശ്വാസിയായ മനുഷ്യന്റെ മെക്കിട്ടുകയറുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. അതുപോലെ തന്നെ മൊത്തത്തിൽ മനുഷ്യന്റെ രക്തം, അവന്റെ അഭിമാനം, അവന്റെ സമ്പത്ത് ഇതൊക്കെ പവിത്രമാണ് എന്ന് തുടങ്ങി വിശ്വാസ രംഗം മുതൽ ഒരു മനുഷ്യൻ ബന്ധപ്പെടുന്ന ഏതൊക്കെ രംഗങ്ങളുണ്ടോ ആ പുരുഷനെ കുറിച്ചും സ്ത്രീയെ കുറിച്ചും കുട്ടികളെ കുറിച്ചും മുതിർന്നവരെ കുറിച്ചും എന്ന് വേണ്ട മനുഷ്യൻ തരണം ചെയ്തു പോകുന്ന ഓരോ ഘട്ടങ്ങളിലും എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ ചൂണ്ടുവിരലുണ്ട് പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ. സൗകര്യം കിട്ടുമ്പോൾ നമുക്ക് ഇന്നതൊക്കെ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് കിട്ടുന്ന സംഗതിയാണത്. ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഈ ഹജ്ജിന്റെ പൊതുവായ കർമ്മങ്ങളെ കുറിച്ചും ദിവസങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ദിവസമാണ് അറഫാ ദിവസം. അതിനൊക്കെ കാരണങ്ങളാണ്. എന്തുകൊണ്ടാണ് അതിന് ഈ പ്രാധാന്യം ഉണ്ടായത് എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ സമയം നിങ്ങളുമായി ആശയവിനിമയം നടത്തിയത്.
അതിന് നമ്മളെ പ്രേരിപ്പിച്ചത് സൂറത്തുൽ ബഖറയിലെ ആ വചനവുമാണ്. അറഫാത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ, ആ അറഫയെ കുറിച്ചുള്ള ഖുർആന്റെ പരാമർശം, അറഫാത്തിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വചനം, ആ വചനം അൽ ബഖറയിലെ 198 വചനമാണ് എന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ശ്രേഷ്ഠതയും ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നത് മാത്രമാണ് ഒരല്പസമയം ചെയ്തത്. ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് ഒന്നും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അറഫയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഈ ദിവസങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ, ആ നേട്ടങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ നേടിയെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه الفائزين برضا الله اتقوا الله عباد الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവൃത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ. സൂറത്തുൽ കൗസറിലെ ഒരു വചനമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ നമസ്കരിക്കുക, ബലി നൽകുകയും ചെയ്യുക. ഇതാണ് ആ വചനത്തിന്റെ സാരം. അപ്പം ഹജ്ജിന് പോയ സഹോദരന്മാർ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകി അവരവിടെ കഴിച്ചു കൂട്ടുമ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കിവിടെ ചെയ്യേണ്ട കുറെ കർമ്മങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉദഹിയത്ത്. അതിന്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും ഗൗരവവും ഒക്കെ 1-2 ആഴ്ചകൾ ഞാൻ സൂചിപ്പിച്ചത്. എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞ് കാത്തിരിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കഴിവുള്ളവർ. അപ്പൊ അതോടനുബന്ധിച്ച് നമുക്ക് വരുന്നത് പെരുന്നാളാണ്, ഈദുൽ അദ്ഹ. പെരുന്നാൾ ദിവസം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ നമസ്കാര സ്ഥലത്തേക്ക് പോവുക. ഇപ്പൊ മഴ ഇങ്ങനെ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ഈദ്ഗാഹുകളെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. ഈദ്ഗാഹുകൾ ഉണ്ടാവുകയും സമയം പ്രഖ്യാപിക്കുകയും ചെയ്താൽ ആ സമയത്ത് ഈദ്ഗാഹുകളിൽ എത്തുക. ഇല്ലെങ്കിൽ പള്ളികളിലായിരിക്കും നമസ്കാരം. ഈദ്ഗാഹ് ഇല്ലാത്ത പക്ഷം, മഴ നിമിത്തം ഇല്ലാതെ ആയാൽ നമ്മുടെ ഈ പള്ളിയിൽ നമസ്കാരം 7:30 മണിക്കായിരിക്കും എന്നും കൂടി അറിയിക്കുകയാണ്. അപ്പൊ ഈ നമസ്കരിക്കാൻ നമ്മൾ പരമാവധി, അങ്ങനെ ഓരോ പള്ളികളിലും ഓരോ സമയമുണ്ടാകും, ആ സമയത്ത് എത്തുക, നമസ്കരിക്കുക. അറഫ ദിവസം സുബഹി നമസ്കാരം മുതൽ അയ്യാമുത്ത തശ്രീഖിന്റെ ദിവസം അസർ നമസ്കാരം വരെ തക്ബീർ ചെയ്യുക. തക്ബീർ എല്ലാവർക്കും അറിയാമല്ലോ. ആ തക്ബീർ നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ഈദ്ഗാഹിലേക്കോ പള്ളികളിലേക്കോ നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ തക്ബീറോട് കൂടിയായിരിക്കണം പോകേണ്ടത്. പള്ളിയിൽ ചെന്നിരുന്നാലും ആ തക്ബീറുകൾ മുഴക്കിക്കൊണ്ടിരിക്കുക നമസ്കാരം ആകുന്നത് വരെ. നബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭന്മാരായ സഹാബികൾ ഈ ദിവസങ്ങളിൽ അവരങ്ങാടികളിലൂടെ നടക്കുമ്പോൾ പോലും തക്ബീർ ചൊല്ലിക്കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. നമ്മളുടെ നാട് നോക്കി ചെയ്താൽ മതി എന്നൊരു ബ്രാക്കറ്റ് ഞാൻ അവിടെ ഇട്ടോട്ടെ. അപ്പൊ തക്ബീർ നമുക്ക് ചെല്ലാം, ഏത് നിലയിൽ നമ്മൾ എവിടെ കൂടി സഞ്ചരിക്കുമ്പോഴും അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ, ബലിപെരുന്നാൾ ദിവസം അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ ആബാലവൃദ്ധ എല്ലാവരും, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കുടുംബസമേതമാണ് പോകേണ്ടത്. ആണുങ്ങൾ പോയി പെരുന്നാളിന്റെ കൂലി വാങ്ങി പെണ്ണുങ്ങൾ വീട്ടിൽ കുത്തിയിരുന്ന അങ്ങനെ ഒരു അവസ്ഥ ഇല്ല ഇസ്ലാമിൽ. ഈദ്ഗാഹിലേക്കാണ് പോകുന്നതെങ്കിൽ ഋതുമതികൾ പോലും പോകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. എന്നിട്ട് അവര് നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കണം. ബാക്കി അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് പങ്കെടുക്കാം. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇട്ടുകൊണ്ട് പോകുവാനുള്ള പർദ അല്ലെങ്കിൽ ജിൽബാബ് ഇല്ല എങ്കിൽ ഉള്ള സ്ത്രീ അവക്ക് കൊടുത്തുകൊണ്ട് അവളെ കൂട്ടി പോകണമെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളെ കുറിച്ച് എത്രമാത്രം ആഴത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അതാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ അതുപോലെ നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നിയ്യത്താക്കി നിർത്തിയിട്ടുള്ള നമ്മുടെ ബലിമൃഗത്തെ അറുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതാണ്.
ബലിപെരുന്നാൾ ദിവസം നേരത്തെ ഈദ്ഗാഹിലേക്ക് പോകും, നമസ്കാരം കഴിയും, ഖുതുബ നിർവഹിക്കും. അത് കഴിഞ്ഞതിന് ശേഷം തന്റെ ബലിമൃഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കൈകൾ കൊണ്ട് അറുക്കുമായിരുന്നു. അങ്ങനെ തന്നെയാണ് പ്രവാചകന്റെ ചര്യ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ അന്ന് കഴിയുന്നില്ല എങ്കിൽ അത് അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റി വെക്കാം എന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അത് ആ ദിവസം ഉണ്ട് ഇന്ന് വേണ്ടാന്ന് തീരുമാനിക്കേണ്ടതില്ല. ഈ ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ദുൽഹജ്ജ് 10 ബലിപെരുന്നാളിന്റെ ദിവസം എന്നാണോ അതാണ് എന്നിട്ടത് നമുക്കത് സാധുക്കൾക്ക് വിതരണം ചെയ്യുക. അതിന്റെ തൊലി പോലും വിറ്റ് പൈസ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. അതുപോലെ സാധുക്കൾക്ക് നൽകണം. അറുക്കുന്നവർക്ക് അതിൽ നിന്ന് അത്യാവശ്യമുള്ള ഒരു വിഹിതം അവർക്ക് എടുക്കാം. ഇതൊക്കെ വളരെ ക്ലിയർ ആയി നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ബലിമൃഗങ്ങളെ ഒരുക്കി നിർത്തിയവർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ പോലും ശ്രദ്ധാപൂർവം ചെയ്ത് പുണ്യങ്ങൾ നേടുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒന്നുകൂടി നാം മനസ്സിലാക്കേണ്ടത്, ഈ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം കുറെ ബലിമൃഗങ്ങളെ അറുത്ത് മറ്റുള്ളവരെ ഏതെങ്കിലും രൂപത്തിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവരെ വെല്ലുവിളിച്ച് അതിനൊന്നും ഉള്ളതല്ല ഉദ്ഹിയ്യത്ത്. ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ചരിത്രത്തിന്റെ പ്രതീകാത്മകമായ പിന്തുണ അറിയിക്കലാണ് അല്ലെങ്കിൽ പിൻപറ്റലാണ്. അത് മില്ലത്തു ഇബ്രാഹിമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്താണ്. ആ മില്ലത്ത് പിൻപറ്റാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ മില്ലത്ത് ഞാൻ സാധാരണ സൂചിപ്പിക്കുന്നത് പോലെ ഇബ്രാഹിം നബി എങ്ങാനും അന്ന് ഇസ്മായിൽ നബി അറുത്തു പോയിരുന്നു എങ്കിൽ നമ്മൾക്കൊക്കെ പിറക്കുന്ന ഓരോ ആൺകുഞ്ഞിനെ നമുക്ക് അറുക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ പ്രകൃതി വിരുദ്ധമായ മനുഷ്യപ്രകൃതിക്ക് നിരക്കാത്ത ഒന്നും അള്ളാഹു പറയില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ ചരിച്ച് കിടത്തിയപ്പോഴേക്കും അയ്യാ ഇബ്രാഹിം, ഒറ്റ വിളിയാണ്, ഇബ്രാഹിം നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതൊരു പരീക്ഷണമാണ് എന്ന് പറയുകയും ഒരു ബലിമൃഗത്തെ, ഒരാടിനെ പകരമായി അറുത്തു കൊടുക്കുകയും ചെയ്യുക എന്ന നിർദ്ദേശം അനുസരിച്ച് അന്ന് തുടങ്ങിയതാണിത്. ആ മില്ലത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃക നിശ്ചയിച്ചു തന്നത്. സഹാബത്ത് പിൻപറ്റിയത്, അതാണ് നമുക്കും പിൻപറ്റാനുള്ളത്. ഉദ്ഹിയ്യത്തിനെ കുറിച്ച് തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുന്ന ഞാൻ സൂചിപ്പിച്ചു 2 ആഴ്ച മുമ്പ്. അതിലേക്കൊന്നും നമ്മൾ പോയി കുടുങ്ങരുത്. അത് ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റൂല. ഉദ്ഹിയ്യത്തിന്റെ പൈസ ഉദ്ഹിയ്യത്തിന് തന്നെ പറ്റുള്ളൂ. എന്നിട്ട് അതിന്റെ തോലിന്റെ ചാരിറ്റി കൊടുക്കാം. ആർക്കെങ്കിലും സാധുക്കൾക്ക് തോല് വിറ്റിട്ട് പൈസ കൊടുക്കാം. ഇതൊക്കെ ചെയ്യാം. സാധുക്കൾക്ക് ഇറച്ചി കൊടുക്കാം. ഇതൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഉദ്ഹിയ്യത്തിന് വേണ്ടിയുള്ള പൈസ ചാരിറ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഉദ്ഹിയ്യത്ത് വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല. അത് ഇസ്ലാം മതമല്ല. അത് ആര് പറഞ്ഞാലും ശരി, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ആസന്നമാകുന്ന ബലിപെരുന്നാളും അതോടനുബന്ധിച്ചുള്ള ഉദ്ഹിയ്യത്തും ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന നന്മകളും യഥാവിധി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ നിറവേറ്റി അതിന്റെ പ്രതിഫലം പൂർണ്ണമായി നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു സഹോദരിയെ പ്രത്യേകം അനുസ്മരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന മർഹൂം അബ്ദുള്ള ഹാജി അഹമ്മദ് സേഠിന്റെ ഇളയ മകൾ വളരെ പ്രയാസമുള്ള, വേദന നിന്ന് ജീവിക്കേണ്ട ഒരു രോഗത്തിന് അടിമപ്പെട്ട് ചികിത്സയിലാണ്, വലിയ വിഷമത്തിലാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ വേദന ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ സിഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ അനുഭവിക്കുന്ന വേദനയ്ക്ക് തുല്യമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കരുതി നൽകുമാറാകട്ടെ. നമ്മളെ എല്ലാം അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا